കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്നാണ് പേര്. നമുക്ക് ഏതൊരു PSC എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് അതില് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറഞ്ഞൊരു ടോപ്പിക് കാണാനായിട്ട് സാധിക്കും. മൂലകങ്ങളും അവയുടെ വർഗീകരണവും ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്താണ്. അതായത് SCERT 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ 4ാമത്തെ കെമിസ്ട്രി ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. സോ അപ്പൊ നമുക്ക് എക്സാമിന് ഒത്തിരി ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണിത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. പീരിയോഡിക് ടേബിൾ, അതായത് ആവർത്തന പട്ടികയാണ് പീരിയോഡിക് ടേബിൾ. ഇവിടെ ഈ തന്നിരിക്കുന്ന പീരിയോഡിക് ടേബിളിന്റെ പിക്ചർ ആണ് അല്ലെ തന്നിരിക്കുന്നത്. അതിൽ നമുക്കറിയാം ഹൈഡ്രജൻ ആണ് ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം ആണെന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ. ബാക്കിയുള്ളവ കൃത്രിമ മൂലകങ്ങളാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കണം. 120 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയാലുള്ള മൂലകങ്ങളുള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതമാണ്, കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക, അതാണ് ആവർത്തന പട്ടിക. ഇത് മൂലക വർഗീകരണത്തിനുള്ള സമഗ്ര ഉപാധിയാണ്. ഇതിനെ വിളിക്കുന്നതാണ് പീരിയോഡിക് ടേബിൾ. ഹെൻറി മോസ്ലി തന്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ, അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ടേബിൾ ഉൾപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചത് ഹെൻറി മോസ്ലി ആണ്. അപ്പൊ ഹെൻറി മോസ്ലി തന്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് അറിയപ്പെടുന്നത്. ഇനി ആവർത്തന പട്ടികയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലെവോസിയ ആണ്. 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും അദ്ദേഹം വർഗീകരിച്ചു. ഓക്കെ, അപ്പൊ അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും 1789 വർഗീകരിച്ചുകൊണ്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ലെവോസിയ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ അവയെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഈ വർഗീകരണത്തിന്റെ പരിമിതി. പ്രസ്താവനയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടുക. ലെവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡൊബെറൈനർ ആണ്. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് വിളിച്ചു. ഇതാ നോക്കൂ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക മാസ് ലിഥിയത്തിന്റേത് 7, സോഡിയത്തിന്റേത് 23, പൊട്ടാസ്യത്തിന്റേത് 39. അതുപോലെ തന്നെ കാൽസ്യം അറ്റോമിക മാസ് 40, സ്ട്രോൺഷ്യം 87.6, ബേരിയം 137.3 എന്നിങ്ങനെ അദ്ദേഹം തിരിച്ചിരിക്കുന്നു. ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്. അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കുകയുണ്ടായി. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഡൊബെറൈനറുടെ പരാജയം. 1866 ന്യൂലാൻഡ്സ് എന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരവുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. സ, രി, ഗ, മ, പധനി വന്നിട്ട് വീണ്ടും സ വരും. അതായത് 8ാം സ്വരം ആദ്യ സ്വരത്തിന്റെ ആവർത്തനം എന്ന് പോലെ. ഈ നിയമത്തെ വിളിക്കുന്നതാണ് അഷ്ടമ നിയമം. PSC ഒരു എക്സാമിനേഷൻ ചോദിച്ചിരുന്നു. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ പരിമിതി. അപ്പൊ ലവോസിയ, ഡൊബെറൈനർ, ന്യൂലാൻഡ്സ് എന്നിവരെല്ലാം വർഗീകരണം നടത്തിയെങ്കിലും അതിനെല്ലാം അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അത് വിട്ടേക്കുക. വർഗീകരണം പട്ടികയിലൂടെ മൂലക വർഗീകരണത്തിന് ആദ്യമായി ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേഫ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ആരായിരുന്നു?
നമ്മുടെ മെൻഡലിയഫ് ആണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയഫ് എന്ന റഷ്യക്കാരനാണ്. സോ അദ്ദേഹം അറിയപ്പെട്ടതാണ് എന്താ, ആവർത്തന പട്ടികയുടെ പിതാവ് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. മൂലിക വർഗീകരണത്തിന്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയഫ് ആവർത്തന പട്ടിക രൂപീകരിക്കുമ്പോൾ 63 മൂലകങ്ങൾ ഉണ്ടായിരുന്നു. ഈ മൂലകങ്ങളെ മെൻഡലിയഫ് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി മെൻഡലിയഫ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ആവിഷ്കരിച്ചു? പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പൊ ഓർത്തു വെക്കുക, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മെൻഡലിയഫ് ആണ്. ഇതാണ് മെൻഡലിയഫിന്റെ എന്താ പീരിയോഡിക് നിയമം. പീരിയോഡിക് നിയമം എന്തുവാണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് പീരിയോഡിക് നിയമം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഓക്കെ, ഇനി മെൻഡലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ്. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ അദ്ദേഹം വർഗീകരിച്ചു. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. ഇപ്പൊ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. ഉദാഹരണത്തിന് ബെറീലിയത്തിന്റെ അറ്റോമിക മാസ് 14 നിന്ന് 9 പുനർനിർണയിച്ചു. കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു മെൻഡലിയഫിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പരിമിതിയാണ് കേട്ടോ ഈ പറയുന്നത്. അതായത് മെൻഡലിയഫിന്റെ ഗുണമല്ല, പരിമിതിയാണ് പറയുന്നത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഉദാഹരണം സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെ ഉൾപ്പെടുത്തുകയുണ്ടായി. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ മെൻഡലിയഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ അപാകത അല്ലെങ്കിൽ പരിമിതികളാണ് ഈ തന്നിരിക്കുന്നത്. ഇനി എന്താണ് ഗ്രൂപ്പ് പീരിയഡ്? പീരിയോഡിക് ടേബിൾ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളെ പീരിയഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കുത്തനെയുള്ളത് ഗ്രൂപ്പും വിലങ്ങനെയുള്ളത് എന്താണ്? പീരിയഡുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയഫ് ആണ്. ഇനി പറയാൻ പോകുന്നത് ആധുനിക പീരിയോഡിക് നിയമത്തെ കുറിച്ചിട്ടാണ്. ആധുനിക പീരിയോഡിക് നിയമത്തിൽ പറയുന്നത് 1869 മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെ കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി. ഇതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നുള്ളതാണ് മോഡേൺ പീരിയോഡിക് നിയമം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നുള്ളതാണ് എന്താ മോഡേൺ പീരിയോഡിക് നിയമം. ഇത് പീരിയോഡിക് ടേബിൾ ആണ്. കാണേണ്ടവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ കെമിസ്ട്രി പുസ്തകം എടുത്താൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ആകെ പീരിയഡുകളുടെ എണ്ണവും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണവും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പുകളുടെ ഇലക്ട്രോണുകളുടെ വിന്യാസമാണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1 ആണ്. ഇലക്ട്രോൺ വിന്യാസം 1 ആണ്. ലിഥിയത്തിന്റേത് അറ്റോമിക നമ്പർ 3. ഇലക്ട്രോൺ വിന്യാസം 2, 1. സോഡിയം 11, 2, 8, 1. പൊട്ടാസ്യം 19, 2, 8, 8, 1. റുബീഡിയം 37, 2, 8, 18, 8, 1. സീസിയം 55, 2, 8, 18, 18, 8, 1. ഫ്രാൻഷ്യം 87, 2, 8, 18, 32, 18, 8, 1. ഇനി ഈ മൂലകങ്ങൾക്ക് നമുക്ക് ഈ 1ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയാണ്. അതായത് ഇപ്പൊ കണ്ട ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം എന്നിവ എല്ലാം എന്താണ്? അവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവയുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യനമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പം ഈ 1ാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ എല്ലാം രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യനമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇനി 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ബാഹ്യനമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് അവയുടെ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ എന്ന് വിളിക്കുന്നത്. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ 2ാം പീരിയഡിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നത്
നോക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, 18 ഗ്രൂപ്പുകളും 7 പീരിയഡ്സും ആണ് ഉള്ളത് അല്ലെ. ഗ്രൂപ്പ് നമ്പറും ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കുട്ടികളോട് ചോദിച്ചതാണ്, അവരോട് ചോദിക്കട്ടെ പോട്ടെ. ഇനി ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമാണ്. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമായിരിക്കും. ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകൾ അനുസരിച്ച് ഇവയെ വിവിധ മൂലക കുടുംബങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പ് 1 നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പൊ ഗ്രൂപ്പ് 1ലെ മൂലകങ്ങളെ അതിന്റെ സ്വഭാവം അനുസരിച്ച് തന്നെ ആൽക്കലി ലോഹമെന്നും, ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് ലോഹമെന്നും, ഗ്രൂപ്പ് 3നെ സംക്രമണ ലോഹങ്ങളെന്നും, ഗ്രൂപ്പ് 13നെ ബോറോൺ കുടുംബം, 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. പീരിയോഡിക് ടേബിൾ ഹൈഡ്രജന്റെ സ്ഥാനത്തെ കുറിച്ച് ഇന്നും തർക്കമുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജന്റെ സ്ഥാനം ഇപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാണ്. മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. അതായത് 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് മുകളിലാണ് ഹൈഡ്രജന് സ്ഥാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ് അല്ലെ. ആൽക്കലി ലോഹങ്ങൾ ഏക അറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ചില രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതേസമയം ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ നേടുന്നു. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകാവസ്ഥയിലാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജന്റെ അയോണീകരണ ഊർജ്ജം ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. അപ്പൊ ഹൈഡ്രജന്റെ സ്ഥാനം ഒന്നേ ഗ്രൂപ്പിലാണോ എന്നുള്ളത് ഇപ്പോഴും തർക്കമാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ടേബിളിൽ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ മൂലക കുടുംബങ്ങളെ പറ്റി പഠിച്ചു വെച്ചേക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഉത്കൃഷ്ടവാതകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോൺ അടങ്ങിയവയാണ് എന്ത് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ, ബാഹ്യതമ ഷെല്ലില് 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയ മൂലകങ്ങളെയാണ് എന്ത് വിളിക്കുക? പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഉത്കൃഷ്ടവാതകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവ ഏകാറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. സാധാരണയായി മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവയെ അലസവാതകങ്ങൾ എന്നും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവ വാതകങ്ങൾ എന്നും വിളിക്കുന്നു. ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നു. നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ ആർഗോൺ വാതകം നിറയ്ക്കാറുണ്ട്. റെഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. നെക്സ്റ്റ് സംക്രമണ മൂലകങ്ങളാണ്. പീരിയോഡിക് ടേബിൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇവയുടെ പ്രത്യേകത ഇവ ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ്. പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 7ാം പീരിയഡിൽ 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്കും പീരിയോഡിക് ടേബിളിന് പ്രത്യേകമായിട്ട് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇവയെ വിളിക്കുന്നതാണ് അന്തസംക്രമണ മൂലകങ്ങൾ. 6ാം പീരിയഡിൽ ഉൾപ്പെടുന്ന ലാന്ഥാനം മുതൽ ലൂട്ടേഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെ ലാഥനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, 7ാം പീരിയഡിൽ ഉൾപ്പെടുന്ന ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെ അതുള്ളവരെ അന്തസംക്രമണ മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെയാണ് ആക്ടിനോയിഡുകള്. ദെൻ ലാന്ഥാനം മുതൽ ലൂട്ടേഷ്യം വരെയുള്ളത് ലാന്ഥനോയിഡുകള്. ലാന്ഥനോയിഡുകൾ റെയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നു. ആക്ടിനോയിഡുകൾ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ഈ പീരിയോഡിക് ടേബിളിന്റെ ക്രമാവർത്തന പ്രവണതകളാണ് ആറ്റത്തിന്റെ വലിപ്പം. ആറ്റത്തിന്റെ ബോർ മാതൃക നമുക്കറിയാം. 1ാം ഗ്രൂപ്പിലെ ഏതാനും മൂലകങ്ങളുടെ ബോർ മാതൃകയാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബോർ മാതൃകയൊക്കെ നമുക്ക് ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ SCERT പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. അതുപോലെ സിലബസിൽ ചോദിച്ചിട്ടുണ്ട് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും.
പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പവും വർദ്ധിച്ചു വരുന്നു. ആറ്റത്തിന്റെ വലിപ്പം പീരിയോഡിക് ടേബിളിലെ രണ്ടാം പീരിയഡിലെ അറ്റോമിക് നമ്പർ 3 മുതൽ 9 വരെയുള്ള മൂലകങ്ങളുടെ ബോർ മാതൃകളെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ തൽക്കാലം നോക്കണ്ട. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ആകർഷിക്കുമെന്ന് നമുക്കറിയാം. അതിനാൽ പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഇനി അയോണീകരണ ഊർജത്തെ കുറിച്ചാണ് പറയുന്നത്. സോഡിയം, ക്ലോറിൻ എന്നീ ആറ്റങ്ങൾ സംയോജിച്ച സോഡിയം ക്ലോറൈഡ് തന്മാത്ര ഉണ്ടാകുന്നു, അല്ലെ? അപ്പൊ ഇതൊരു അയോണിക സംയുക്തമാണ്. ഇനി അറ്റോമിക ആരമാണ്. ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് അറ്റോമിക ആരം. ന്യൂക്ലിയസിന്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് അറ്റോമിക ആരം. ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറ്റോമിക ആരം കൂടുന്നു. ഇങ്ങനെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആറ്റങ്ങൾ ചാർജ് ഉള്ളതായി തീരുന്നു. ചാർജ് ഉള്ള ആറ്റങ്ങളെയാണ് അയോണുകൾ എന്ന് വിളിക്കുന്നത്. ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ചാർജ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണ്? അയോൺ ആണ്. ലോഹങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോണുകളാകുന്നു. ആറ്റത്തിൽ ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോഡിയം ക്ലോറിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ? പോസിറ്റീവ് ചാർജ് ആണ്, ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ലോഹങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറ്റുന്നു. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജം. അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ആറ്റത്തിന്റെ വലിപ്പവും. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ഇതൊക്കെ വേണേ ചോദിക്കാവുന്നതാണ് കേട്ടോ, പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കും. ഒരു പീരീഡിൽ ന്യൂക്ലിയർ ചാർജും ആറ്റത്തിന്റെ വലിപ്പവും തമ്മിലുള്ള ബന്ധം, അല്ലെ? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അതനുസരിച്ച് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജം കൂടുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിന് താഴെയുള്ള ചില SCRT ക്ലാസ്സുകളിൽ ഓൾറെഡി ഉള്ള കാര്യമാണ് കേട്ടോ. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ എന്ത് വിളിക്കും? ഇലക്ട്രോ പോസിറ്റീവ് എന്നും. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് എന്നും വിളിക്കും. ഇനി ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും പൊതുവായ സ്വഭാവങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങള്. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്ലൂറിയം എന്നിവ ഉപലോഹങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ഉപലോഹങ്ങൾക്ക് ഉദാഹരണം അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ മൂലക വർഗീകരണത്തിന്റെ ഒരു ചരിത്രം, അതായത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും തന്നെയാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പൊ ഇത് 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഇതൊന്ന് വായിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഞാൻ അതിനകത്ത് പലയിടത്തും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത് മാത്രം നോക്കി വായിച്ചാലും മതി.